ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് തന്നെയാണ് അടുത്തതും കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു നൈറ്റി കട്ടിങ്ങിൽ കാണിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടു നോക്കൂ. പ്ലസ് സൈസിലുള്ളതാണ് ഞാൻ ചെയ്യുന്നത്. മിക്സ് ആൻഡ് മാച്ച് നൈറ്റി വാങ്ങിക്കുമ്പോൾ അതാ ഇതുപോലെ ലൈനുള്ളതൊക്കെ ബോട്ടം തയ്ക്കാനും നല്ല അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇത് രണ്ടും നൈറ്റി തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിനി രണ്ടാക്കി മടക്കിയിട്ട് പിന്നെ നാലാക്കി മടക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതാ ഞാൻ കട്ട് ചെയ്ത നൈറ്റി ഇതിന് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ചോക്ക് വെച്ചിട്ട് വരച്ച് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിലൂടെയോ കട്ട് ചെയ്തെടുക്കുക. മെഷർമെൻറ്റ് കറക്റ്റ് മാർക്ക് ചെയ്തിട്ടുള്ള മിക്സ് ആൻഡ് മാച്ച് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കറക്റ്റ് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇത് ഞാൻ 8.5 ഇഞ്ച് ഷോൾഡറും 8.25 ഇഞ്ച് ആം ഹോളും 13.5 ഇഞ്ച് ചെസ്റ്റ് മെഷർമെൻറ്റുമാണ് ഇതിനെടുത്തിട്ടുള്ളത്. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. സ്ലീവിന് ഇതാ ഇതുപോലൊരു ചെറിയൊരു പീസേ കിട്ടുള്ളൂ. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ചെറിയ സ്ലീവ് വേണമെന്നുള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. അതുപോലെ ലാർജ് സൈസ് എക്സൽ സൈസ് വരെയൊക്കെ നല്ല രീതിയിൽ കൈ കട്ട് ചെയ്തെടുക്കാൻ കിട്ടും. പക്ഷേ പ്ലസ് സൈസ് ഉള്ളവർക്ക് ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കണം. അമ്മാതിരി ലെങ്ത്തൊക്കെ വളരെ കുറവിലേ കിട്ടുള്ളൂ. നമ്മൾ വേറെ പീസ് അല്ലെങ്കിൽ ലേസൊക്കെ വെച്ചിട്ട് വേണം ലെങ്ത്തൊക്കെ കൂട്ടിയെടുക്കാൻ. ഇതാ സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അത്ര ലെങ്ത്ത് പോലും മറ്റേ നൈറ്റി പീസിന് കിട്ടില്ല. കണ്ടില്ലേ, ചെറിയൊരു കൈ അതിനും കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഈ ഒരു കളറ് ലേസ് ഇതിന് ബോർഡറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതെങ്ങനെയാണ് മിക്സ് ആൻഡ് മാച്ച് ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. നമ്മൾ കട്ട് ചെയ്തെടുത്ത രണ്ട് നൈറ്റിയുടെയും ഫ്രണ്ട് പീസ് തമ്മിൽ ഇതാ ഇതുപോലെ ഒരുമിച്ച് വെച്ച് കൊടുക്കുക. കറക്റ്റ് എല്ലാ ഭാഗവും ഒരുപോലെ ഇരിക്കണം. അതാ ഞാൻ ഒരുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ വ്യത്യാസം? ഇത് രണ്ടും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് കിട്ടിയിട്ടുള്ള നൈറ്റി മെറ്റീരിയലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വിഡ്ത്തിൻ്റെ വ്യത്യാസം കണ്ട? ഇത് കുറച്ച് കുറവും ഇത് കുറച്ച് കൂടുതലാണ്. അപ്പം അതുപോലെ തന്നെയാണ് നമുക്ക് സ്ലീവും കിട്ടിയിട്ടുള്ളത്. ഇത് ചെറിയൊരു സ്ലീവും ഇതിൽ കുറച്ചും കൂടി ലെങ്ത്തും വിഡ്ത്തും കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പാറ്റേൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ഒരു 28 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു ഡിസൈനിലുള്ള പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നെക്കിന് താഴേക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യാം. ഞാനതാ ഇപ്പോൾ ഈ 28 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെരിച്ചിട്ട് അടിവീതിയിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടിവീതിയിൽ നിന്ന് ഒരു 2 ഇഞ്ച് മേലേക്ക് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യുകയൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഒരു 2 ഇഞ്ച് മേലേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു 2 ഇഞ്ചിലേക്കാണ് മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. ദാ ഞാൻ ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ കട്ട് ചെയ്തെടുക്കാം. 2 പീസും ഒരുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഭാഗം യോജിപ്പിക്കാനുള്ള തയ്യൽ തുമ്പ് നമ്മൾ നൈറ്റി കട്ട് ചെയ്യുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ ഇതേ രീതിയിലാണ് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് ഈ ഒരു പീസും മറ്റേ നൈറ്റിക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത മറ്റേ ഒരു പീസുമാണ് വെച്ച് കൊടുക്കുന്നത്. ഇതാ ഈ ഒരു രീതിയിൽ ആണ് തയ്ച്ചെടുക്കുന്നത്. ഇത് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് നെക്കൊക്കെ തയ്ച്ചെടുക്കാം. അപ്പം നമ്മളിവിടെ 2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ടല്ലേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് മുകളിലേക്ക് വേണം നമ്മൾ കട്ട് ചെയ്ത മറ്റേ പീസ് വെച്ച് കൊടുക്കാൻ. അതല്ലെങ്കിൽ മെഷർമെൻറ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു ഭാഗം കറക്റ്റ് വെച്ചിട്ട് ഈ മേലേന്ന് തന്നെ വെച്ച് നോക്കുക. എന്നിട്ട് ആ ഒരു 2 ഇഞ്ച് കിട്ടുന്ന ഭാഗത്തുനിന്ന് വേണം അടുത്ത പീസ് യോജിപ്പിച്ച് കൊടുക്കാൻ കേട്ടോ.
ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചെടുക്കുക. നമുക്കിപ്പോൾ ഒരുപാട് തുണിയൊന്നും ഇതിൽ കിട്ടില്ല തയ്യൽ തുമ്പ് എടുക്കാൻ. ഇപ്പോൾ നിങ്ങൾ നല്ല ഒരുപാട് വണ്ണമുള്ളവരാണ്, ഇപ്പോൾ 6XL 7XL ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ മിക്സ് ആൻഡ് മാച്ച് തുണി മുറിച്ച് വാങ്ങിച്ചിട്ട് തയ്ച്ചെടുത്താൽ മതി. ഈ ഒരു കോർണർ എത്തുമ്പോൾ കറക്റ്റ് ആ കോർണറിൽ കുത്തി നിർത്തിയിട്ട് തുണി തിരിച്ചെടുത്തിട്ട് തയ്ച്ചെടുക്കുക. എളുപ്പമാണ് തയ്ച്ചെടുക്കാൻ. ഞാൻ അടുത്ത പീസിൽ നിങ്ങൾക്ക് പിന്ന് കുത്തി വെച്ചിട്ട് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സിന് എളുപ്പത്തിൽ നല്ല നീറ്റായിട്ട് തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും. ഇതിൽ ഞാനിപ്പോൾ ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് തയ്ക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ നൈറ്റിയുടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മതി. ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡൽ ഉണ്ടാവുക. ഇത് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ല പോലെ അയൺ ചെയ്തെടുത്താൽ നല്ല നീറ്റിൽ നിൽക്കും. ഉണ്ടല്ലേ. ഇനി അടുത്ത പീസ് ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു രീതിയിൽ വിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസ് കറക്റ്റ് ഈ ഒരു കോർണറിൽ നിന്ന് പിടിച്ചിട്ട് പിന്ന് കുത്തി കൊടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിന്ന് കുത്തി പോന്നാൽ മതി. എന്നിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ടിട്ട് ആ ഒരു ഭാഗവും പിന്ന് കുത്തി കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനും ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് തയ്ച്ചെടുക്കാം. നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഭാഗം വരെ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ ഡിസൈൻ വരിക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചെടുക്കുക. അതിന് ശേഷം എന്നിട്ട് ഇവിടെ സൂചി കുത്തി നിർത്തിയിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ തിരിച്ചിങ്ങനെ പിടിച്ചിട്ട് തയ്ച്ചെടുക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്. ബാക്കിയെല്ലാം നമ്മൾ സാധാരണ നൈറ്റി തുന്നുന്നത് പോലെ തന്നെയാണ് തുന്നിയെടുക്കേണ്ടത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചെടുത്തിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് സൂചി കുത്തി നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് തയ്ച്ചെടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇത് നൈറ്റിയുടെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം. നൈറ്റി ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്ലീവ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഒരെണ്ണത്തിന് സ്ക്വയർ നെക്കും ഒരെണ്ണത്തിന് റൗണ്ട് നെക്കുമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത നൈറ്റി കാണാം. സ്ലീവും ഇതാ ലേസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് ലേസൊക്കെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ജോയിൻ ചെയ്ത ഭാഗത്ത് നമുക്ക് ലേസൊക്കെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. നൈറ്റിയുടെ ലേസ് ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ അതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ടുള്ളൊരു മോഡലിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീഡിയോ കണ്ടിട്ട് പോകുമ്പോൾ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.